വെൽക്കം ടു സെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ മലപ്പുറം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബിഫോർ ഗോയിങ് ടു ദിസ് ചാപ്റ്റർ, നമ്മൾ ഈ പോളിനോമിയൽ എന്ന് പറയുന്ന ഐഡിയ എന്താണ്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 10 സ്കൂളിൽ 10 പരീക്ഷയ്ക്ക് മാത്സ് പരീക്ഷ. അപ്പോൾ നിങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു, മോളെ അല്ലെങ്കിൽ മോനെ, നിനക്ക് എത്ര മാർക്ക് കിട്ടുന്നത് അതിൻ്റെ വർഗം, അതായത് ആ മാർക്കിൻ്റെ ആ മാർക്ക്, അത്രയും പൈസ നിനക്ക് ഞാൻ തരാം സമ്മാനമായി. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയായി സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയി. അപ്പോൾ നിങ്ങളുടെ ഫാദർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഫാദർ പറഞ്ഞു, മോനെ കുട്ട, മോനെ കിട്ടുന്ന മാർക്ക് എത്രയാണോ അതേ ഇൻറ്റു അത്രയും മാർക്ക്, അത്രയും രൂപ നിനക്ക് തരാം. സപ്പോസ് 10 പരീക്ഷ ഇട്ടപ്പോൾ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടിയില്ല, അപ്പൊ 8 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഫാദർ എത്ര രൂപ തരാന്ന് പറഞ്ഞത്? കിട്ടുന്ന മാർക്ക് ഇൻറ്റു അത്ര, അതായത് 8 ഇൻറ്റു 64 മാർക്ക്, 64 രൂപ നിങ്ങൾക്ക് തരാമെന്നാണ് ഫാദർ പറഞ്ഞത്. ഓക്കെ. അപ്പോ നിങ്ങളുടെ മദർ ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഒരു ഓഫർ തന്നെ. അമ്മ പറഞ്ഞു, മോനെ നിനക്ക് കിട്ടുന്ന മാർക്കിന്റെ 5 ഇരട്ടിയാണ്, 5 ഇരട്ടി അമ്മ തരാം. ശരി, 5 ഇരട്ടി 5 ഇൻറ്റു നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 8. 5 40, 40 50. അപ്പൊ നിങ്ങളുടെ ഗ്രാൻഡ് മദർ അമ്മാമ്മ പറഞ്ഞു, മോനെ അമ്മാമ്മ പൈസ മാമ, നിങ്ങൾക്ക് ഇപ്പൊ ജയിച്ചാലും തോറ്റാലും എന്ത് കിട്ടിയാലും അമ്മാമ്മ ഒരു അങ്ങനെ അമ്മാമ്മ നിങ്ങളുടെ ഗ്രാൻഡ് മദർ എന്താണ് ടോട്ടൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 64 പ്ലസ് 6 70, 70 പ്ലസ് 40 110 രൂപ നമുക്ക് അപ്പോ 10 8 മാർക്ക് കിട്ടിയപ്പോഴാണ് എന്റെ ചോദ്യം കിട്ടാൻ പറ്റില്ലേ? 10 5 മാർക്ക് കിട്ടും. സപ്പോസ് 10 5 മാർക്ക് കിട്ടും. അപ്പൊ 10 5 മാർക്ക് കിട്ടുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? ഫാദർ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് കിട്ടുന്നത് അതേ അത്രയും മാർക്ക്, അത്രയും രൂപ തരാന്നല്ലേ. അപ്പൊ ഫാദർ പറഞ്ഞത് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയത് 5 ആണ്. 5 മദർ പറഞ്ഞത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു അതിന് 5 ഇരട്ടി തരാം. 5 ഇൻറ്റു 5. ഗ്രാൻഡ് മദർ പറഞ്ഞു നിങ്ങൾക്ക് 50 പ്ലസ് 6 ടോട്ടൽ എത്ര രൂപ കിട്ടും? 56. സപ്പോസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതൊന്നുമല്ല, പരീക്ഷയ്ക്ക് 10 3 മാർക്കിന് അച്ഛനെന്താ പറഞ്ഞത്? കിട്ടുന്ന മാർക്കിന്റെ എന്താണ്? 3. അമ്മ എന്താ പറഞ്ഞത്? 5. ഗ്രാൻഡ് മദർ പറഞ്ഞതാണ് ടോട്ടൽ എത്ര രൂപ കിട്ടും? 9 6 5 15. മക്കളെ, എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് 10 എക്സ് മാർക്ക് കിട്ടും. 10 എക്സ് മാർക്ക്. അപ്പൊ ഈ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചാണ് ഫാദർ പറഞ്ഞത് എക്സ് ഇൻറ്റു എക്സ്, മദർ പറഞ്ഞത് 5 ഇൻറ്റു എക്സ്, ഗ്രാൻഡ് മദർ പറഞ്ഞതാണ്. സോ എക്സ് ഇൻറ്റു എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ, 5 ഇൻറ്റു എക്സ് 5x. ഇത്രയും രൂപയല്ലേ നിങ്ങൾക്ക് കിട്ടാൻ. ഇത് നിങ്ങളുടെ മാർക്കിന്റെ പോളിനോമിയൽ ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6. ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന രൂപ. അതായത് നിങ്ങൾക്ക് P ഓഫ് 3 മാർക്കാണ് എക്സാമിന് കിട്ടുന്നതെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 3 പ്ലസ് 6. So you will get 9 plus 15 plus 6. Suppose നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് P ഓഫ് 7 മാർക്ക് കിട്ടി. P ഓഫ് 7 ആണ്, എക്സിന് 7 എന്ന് പറയും. 7 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 7 പ്ലസ് ചിലപ്പോ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 10 കിട്ടി. P ഓഫ് 10 എന്താ? 10 സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു 10 പ്ലസ് And here R is always constant. This is not as constant. സ്ഥിരമാണ്.
എപ്പോഴും സ്ഥിരമാണ് R. സപ്പോസ് ഒരു ചതുരമുണ്ട്, ഒരു ചതുരം. ചതുരത്തിന്റെ വീതി എന്ന് പറയുന്നത് x+2, നീളം എന്ന് പറയുന്നത് x+3 ആണ്. വീതി x+2, നീളം x+3. The length of the rectangle is x+3 and the breadth of the rectangle is x+2. Then what is the area? This thing. Area എന്ന് പറയുന്നത് നീളം into വീതി. നീളം into വീതിയാണ് area. അപ്പോൾ നീളം into വീതി. Say what is like x+3. X into what is the breadth? x+2. When you multiply this, what do you do? X into x, x square plus this x which I do x into 2, 2x plus 3 into x, 3x plus 3 into 6, and you will get x square plus 5x plus 6. Okay. And it is the polynomial. The polynomial. ഇതിന്റെ ഏരിയ കാണാനുള്ള പോളിനോമിയൽ. അതായത് എക്സിന് എന്ത് വില കൊടുക്കുന്നോ അനുസരിച്ച് ഇവിടെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് വരും? ഏരിയ കിട്ടും. പലപ്പോഴും സപ്പോസ് എക്സ് 1 ആണ്. So this become 1 plus 3, 4. 1 plus 2, 3. 4 into 3. 4 into 3. 12 ആണ്. ഇങ്ങോട്ട് പറയാം സാർ. എക്സിന്റെ വില 1 ആണെങ്കിൽ ഇവിടെ 1 plus 3 ആണ്. 1 plus 2 3. ഓക്കെ. വീതി ഇൻറ്റു നീളം, അതായത് 4 ഇൻറ്റു 3 എത്ര കിട്ടണം? 12. നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ഇവിടെ എക്സിന് ഒന്ന് കൊടുത്തു നോക്കിയാൽ p of 1 is equal to 1 square plus 5 into 1 plus 6, that is 1 plus 5 plus 6. Again you get the same answer. So this is a polynomial for finding the area of a rectangle. അപ്പോൾ ചോദ്യമുണ്ട് സാർ, ഈ പോളിനോമിയൽ എങ്ങനെ ഉണ്ടായി? ഈ പോളിനോമിയൽ ഉണ്ടായത് ഈ x+3 x+2 കൂടി ഗുണിച്ചപ്പോഴാണ്. ഓക്കെ, ഈ x+3 x+2 x+3 into x+2 ഗുണിച്ചപ്പോഴല്ലേ ഈ പോളിനോമിയൽ ഉണ്ടായത്? അതെ, പോളിനോമിയൽ ഉണ്ടായത് എങ്ങനെയാണ്? ഈ x+2നെ x+3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് x² plus 5x plus 6 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ടായത്. സാധാരണ നമ്മൾ ചെയ്യാറുണ്ട് 5 into 7 is equal to 35. ഈ ഒരു സംഖ്യ ഉണ്ടായത് ഈ 5 7 ഗുണിച്ചിട്ടാണ്. അപ്പൊ ഈ 35ന്റെ ആരാണ് ഇവര്? ഫാക്ടർ, ഘടകം. ഇതെങ്ങനെ ഉണ്ടായി സാർ? ഇവര് തമ്മിൽ ഗുണിച്ചിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടായി സാർ? ഇവര് തമ്മിൽ ഗുണിച്ചിട്ടാണ്. അപ്പൊ ഇവര് ആരാണ് ഇതിന്റെ ഫാക്ടർ, ഘടകം? ഇതിന്റെ ഘടകം ഫാക്ടർ. സാർ ഇപ്പോ ഇത് നോക്കി എനിക്ക് എങ്ങനെ മനസ്സിലാവും എത്ര ഫാക്ടർ? ഇവിടെ നോക്കിയാൽ 2 ഫാക്ടർ. ഇവിടെ 3 ആണെങ്കിൽ 3, ഇവിടെ 4 ആണെങ്കിൽ 4. സാർ എനിക്കിത് തന്നു x² plus 5x plus 6. ഇത് മാത്രം എനിക്ക് തന്നിട്ട് ഇതെങ്ങനെ ഉണ്ടായി? ഇതിന്റെ ഫാക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് പറയാം. ഓക്കെ, ഇങ്ങനെ ഒരു പോളിനോമിയൽ ഇങ്ങനെയുള്ള തന്നിട്ട് ഇതെങ്ങനെ ഉണ്ടായി? ഇതിന്റെ ഫാക്ടറാണ് എന്ന് കണ്ടത്. നമുക്കറിയാം x+2ഉം x+3ഉം ആണെന്ന് നമുക്കറിയാം. സപ്പോസ് നമുക്കറിയില്ല, നമ്മളെങ്ങനെ കണ്ടത്? അതിനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചത്. ഒരു മെത്തേഡാണ്. അപ്പൊ അത് നമുക്ക് ആദ്യം ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് 1. യൂസിംഗ് ക്വാഡ്രാറ്റിക് ഫോർമുല. What is the quadratic formula? The quadratic formula, x is equal to minus b plus or minus root of b square minus 4ac whole divided by 2a. This is the quadratic formula. ഇതാണ് quadratic formula. ഇത് ഉപയോഗിച്ച് ഇതിനെ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. ജനറൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: ax² plus bx
plus c equal to 0. അതായത് എക്സ് സ്ക്വയറിന് ഇപ്പുറം കിടക്കുന്ന സംഖ്യയാണ് എ, എക്സിന് ഇപ്പുറം കിടക്കുന്ന സംഖ്യയാണ് ബി, ഏറ്റവും അവസാനം കിടക്കുന്ന സംഖ്യയാണ് സി. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ എക്സ് സ്ക്വയർ ഇപ്പൊ ഒന്നുമില്ലല്ലോ സർ, ഒന്നുമില്ലെങ്കിൽ ഒന്നാണ്. അപ്പൊ എ സമയത്ത് ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയറിൽ ഒന്നുമില്ല, എക്സ് സ്ക്വയർ ഇവിടെ ഒന്നുമില്ല, ഇവിടെ എന്താ പറയുന്നത് 1. സിമിലാർലി എക്സിന് ഇപ്പുറം ബി, ഇവിടെ ബി, ഇവിടെ എന്താ 5. ഏറ്റവും അവസാനം സി, ഇവിടെ എന്താ 6. സി 6. പേ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ബി സ്ക്വയർ മൈനസ് 4 എന്നതിന്റെ വിവേചകം എന്ന് പറയും. അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കി, ബി സ്ക്വയർ മൈനസ് 4. What is b? The b is 5. 5 square minus 4. What is that? A is 1. 1. And C. What is C? C is 6. So this is equal to root of 25 minus 24. C equal to root 1. So in this formula, root of b square minus 4ac നിങ്ങൾക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. Okay. അങ്ങനെയാണെങ്കിൽ x ന്റെ വാല്യൂ എടുക്കുക. x is equal to minus b. What is b? 5. Plus or minus root of b square minus 4ac. What is root of b square minus 4ac? 1. It's 1. Divided by 2 into a. What is a? 1. So 2 into 1 is equal to 2. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് x is equal to minus 5 plus 1 divided by 2. ഇതോടെ വീണ്ടും x is equal to minus 5 minus 1. നമ്മൾ plus 1 എടുത്ത് ചെയ്തു, ഈ ഒരു നോഡ് ഉണ്ട് minus 1 divided by 2 വേണം. എന്താണ് minus 5 plus 1 minus 5 minus 1 രണ്ടെണ്ണം. minus 5 plus 1 പറയുമ്പോൾ വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം, രണ്ടുപേരും വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതിന് ചേർത്ത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 5 ന് 1 by 4, 4ന്റെ ചിഹ്നം നെഗറ്റീവ്, നെഗറ്റീവ് 4 by നെഗറ്റീവ്. ഇവിടെയോ രണ്ടുപേരും എന്താണ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് 6. രണ്ടുപേരും ഒരേ ചിഹ്നം കൂട്ടാം. അപ്പൊ x is equal to -3, x is equal to എന്താണ് -2. രണ്ട് വിലകൾ x is equal to -2, x is equal to എന്താണ് -3. So our answer is x is equal to -2. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ ആണ് ഈ -2 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ x + 2, this is the one factor. ഈ b സ്ക്വയർ മൈനസ് 4ac വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് x is equal to -2 എന്ന് കിട്ടുമ്പോൾ x is equal to -2 എന്ന് കിട്ടുമ്പോൾ അതൊന്നും കിട്ടില്ല. x is equal to -2, then ആ -2 ഇപ്പുറത്തേക്ക് എടുത്താൽ x + 2. this is similar. x is equal to -3 ഉണ്ട്. അപ്പോ x is equal to -3 എഴുതി -3 ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ x + 3, it is another factor. So ഈ പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടർ ആരൊക്കെ? x + 2 ഉം x + 3 using quadratic formula. മനസ്സിലായോ? ഒഴിച്ചു പറയാം. ക്വാഡ്രാറ്റിക് ഫോർമുല നമ്മൾ b of x is equal to x² + 5x + 6 എഴുതുക. എന്നിട്ട് അതിനെ ax² + bx + c എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാം. x² ന്റെ ഇപ്പുറം a, ഇവിടെ x² ന്റെ ഇപ്പുറം 1. ഓക്കേ, ഇവിടെ x ന്റെ ഇപ്പുറം b, ഇവിടെ x ന്റെ ഇപ്പുറം 1, b c 5. അവസാനം c, ഇവിടെ 6, c is equal to 6. then നമ്മൾ ഈ ഫോർമുല എഴുതുക. x is equal to -b + 1 - 1 b square + 1 വരയ്ക്കുക. then root of b square minus 4x. അതെങ്ങനെയാണ്? b യുടെ വില 5 square minus 4 into 1 into a യുടെ വില 1, c യുടെ വില 6, c യുടെ വില 6. 5 square 25 minus 4 into 6 24. 25 minus 24 is equal to 1 into 1 ന്റെ റൂട്ട് എപ്പോഴും 1. ഓക്കേ, then ഇപ്പോൾ നമുക്ക് b square minus 4 ഇത്രയും ഭാഗം കിട്ടി. b square minus 4x ന്റെ വില കിട്ടി. then നമ്മുടെ ഇക്വേഷൻ x is equal to minus b
b. What is b? b is 5. 5. Plus or minus, what is the value of root of b square minus 4ac? It is equal to 5. So 1 divided by 2. Okay. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെയാ? -5 plus 1 divided by 2. -5 minus 1 divided by 2. -5 plus 1 എന്ന് പറയുമ്പോൾ വലുതും ചെറുതും വലുതും ചെറുതും -4 by 2 is equal to -1. ഇവിടെ രണ്ട് ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടണം. -5 -1 കൂട്ടുമ്പോൾ -6. -6 2 x is equal to -3. So രണ്ട് വാല്യൂ ജഡനായി ലെറ്ററായി. ഫാക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫാക്ടർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ x is equal to -2 എന്നിട്ട് അല്ലോ എന്നിട്ട് ഈ -2 എടുക്കുക. അതെന്താണ് x plus 2. അടുത്തത് x is equal to -3 എടുക്കുക. എന്നിട്ട് -3 എടുക്കുക. x plus 2. രണ്ട് ഫാക്ടറിനെ x plus 2 x plus 3. Okay, clear?